നൂറിന് ഇൻഫോടെക് പാലക്കാട് അവതരിപ്പിക്കുന്ന ടാലി പ്രൈം മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിംഗ് ബേസിക്സിനെ കുറിച്ചാണ്. ഇന്നത്തെ അജണ്ട: ഇൻട്രൊഡക്ഷൻ, അക്കൗണ്ടിംഗ്, ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് സൈക്കിൾ, ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി, സിസ്റ്റംസ് ഇൻ അക്കൗണ്ടിംഗ്, ടൈപ്സ് ഓഫ് അക്കൗണ്ടിംഗ്. ബിസിനസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതാണ്. ഓരോ വർഷത്തിൻ്റെ അവസാനം ഒരു ബിസിനസ്സിന് അറിയണം അവർക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ എത്ര ലോസ് വന്നു, എത്ര സ്റ്റോക്ക് അവൻ്റെ വെയർഹൗസിലുണ്ട്, അവൻ്റെ ബിസിനസ്സിന് എത്ര ലയബിലിറ്റീസ് ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഇത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും, പിന്നെ അത് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യും. ഈ ക്ലാസിഫൈ ചെയ്ത ഡാറ്റയെ സമ്മറൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനകത്ത് എത്ര ക്യാഷ് ഒരു ബിസിനസ്സിലോട്ട് വന്നു, അല്ലെങ്കിൽ എത്ര ക്യാഷ് ബിസിനസ്സിൽ നിന്നും പുറത്തു പോയി, ഇതിനെക്കുറിച്ചുള്ള ഒരു സ്ട്രക്ചേർഡ് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ ഓർഗനൈസ് ചെയ്ത് വെക്കും. അക്കൗണ്ടിങ്ങിൻ്റെ ഫാദറായിട്ട് കണക്കാക്കപ്പെടുന്നത് ലൂക്ക പാസിയോളിയാണ്. അക്കൗണ്ടിങ് ഫങ്ഷൻസിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാം. അക്കൗണ്ടിങ് ഫങ്ഷൻസിൽ ആദ്യത്തെ ഫങ്ഷനാണ് ഐഡൻറ്റിഫൈയിങ്. ഒരു ഇൻവോയ്സ്, എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ക്യാഷ് മെമ്മോസ് കിട്ടുകയാണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഈ ഒരു ഐഡൻറ്റിഫൈയിങ് ഫങ്ഷൻ്റെ പർപ്പസ്. നെക്സ്റ്റ് ഫങ്ഷനാണ് റെക്കോർഡിങ്. ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ബിസിനസ് ട്രാൻസാക്ഷൻസിനെ ഒരു ജേർണൽ അല്ലെങ്കിൽ ഒരു സബ്സിഡറി ബുക്സിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് റെക്കോർഡിംഗ് പ്രോസസ്സിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫങ്ഷനാണ് ക്ലാസിഫൈങ്. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത ഈ ബിസിനസ് ട്രാൻസാക്ഷൻസിന് അതിൽ സിമിലർ ടൈപ്പായിട്ടുള്ള ട്രാൻസാക്ഷനെ ഗ്രൂപ്പ് ചെയ്ത് വെക്കുകയാണ് ക്ലാസിഫൈയിങ്ങിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ഫങ്ഷനാണ് സമ്മറൈസിങ്. നമ്മൾ ക്ലാസിഫൈ ചെയ്ത ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു വെച്ചാൽ ഒരു യൂസറിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. പിന്നെ വരുന്ന അടുത്ത ഫങ്ഷനാണ് അനലൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്ത ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും അതുപോലെ വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഈ അനാലിസിസിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ഫങ്ഷനാണ് ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് യൂസേഴ്സിനെ ഈ ഒരു അനലൈസ് ചെയ്ത ഇൻഫർമേഷൻ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുന്ന ഫങ്ഷനാണ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഇപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മുടെ ഇൻട്രസ്റ്റഡ് പാർട്ടീസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് സൈക്കിൾ എന്താണെന്ന് പഠിക്കാം. ഒരു ട്രാൻസാക്ഷൻ നടന്നത് മുതൽ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നവരെയുള്ള ആ പ്രോസസ്സിനെയാണ് അക്കൗണ്ടിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു ബുക്ക് കീപ്പറിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ അക്കൗണ്ടിംഗ് സൈക്കിൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ട്രാക്ക് ചെയ്യുക എന്നതാണ്. നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് പോസ്റ്റിംഗ് ടു ദി ജനറൽ ലെഡ്ജർ. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ജേർണൽ എൻട്രീസിലത്തെ ട്രാൻസാക്ഷൻസിന് അതിൽ സിമിലർ ആയിട്ടുള്ള കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അതിനെ ഒരു ജനറൽ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് ടു ദ ജനറൽ ലെഡ്ജർ സ്റ്റെപ്പിനകത്ത് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് ട്രയൽ ബാലൻസ്. അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡ് ആവുന്ന സമയത്ത് അത് ക്വാർട്ടർലി ആവാം, മന്ത്ലി ആവാം, അല്ലെങ്കിൽ ഇയർലി ആവാം. ആ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് കിട്ടുന്ന ടോട്ടൽ ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാണ് ഈ ട്രയൽ ബാലൻസിനകത്ത് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ട്രയൽ ബാലൻസ് എമൗണ്ട് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്നത്. അക്കൗണ്ടിംഗ് സൈക്കിൾ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നോക്കാം. അതാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രാൻസാക്ഷന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ ട്രാൻസാക്ഷൻ പറയുമ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്താവാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സെയിൽ ചെയ്താവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പിലുള്ള എക്സ്പെൻസോ ഇൻകമോ ആവാം.
അപ്പോൾ ഇതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് ജേർണൽ എൻട്രീസ്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ട്രാൻസാക്ഷനെ കമ്പനി ജേർണൽ ബുക്കിൽ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഒരു എൻട്രിക്ക് തന്നെ 2 പാർട്സ് ഉണ്ടാകും. ഒന്ന് ഡെബിറ്റ് പാർട്ടും പിന്നെ ഒന്ന് ക്രെഡിറ്റ് പാർട്ടും. ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് പഠിക്കാം. ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന പ്രോസസ്സിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈയിങ്, മെഷറിംഗ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് എന്നിവയൊക്കെയാണ്. ഒരു ലിമിറ്റഡ് നോളേജുള്ള അക്കൗണ്ടിങ്ങിൽ ലിമിറ്റഡ് നോളേജിലുള്ള ഏതൊരാൾക്കും ബുക്ക് കീപ്പിംഗ് ഫങ്ഷൻ പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ്. ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്ന സമയത്താണ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ആവുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങും അക്കൗണ്ടൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ വരുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്ത് പ്രോസസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷേ അക്കൗണ്ടൻസി പറയുന്നത് കുറച്ച് റൂൾസും അതുപോലെ പ്രിൻസിപ്പിൾസും ടെക്നിക്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സാധാരണ അക്കൗണ്ടിങ് മാത്രം അറിയുന്ന ഒരു വ്യക്തിക്ക് അക്കൗണ്ടൻസി പെർഫോം ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ചുള്ള അതിൽ വരുന്ന എല്ലാ റൂൾസും കറക്റ്റായി പഠിച്ചാൽ മാത്രമേ അക്കൗണ്ടൻസി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൽ വരുന്ന 2 ടൈപ്സ് ഓഫ് സിസ്റ്റം ഏതൊക്കെയാണെന്ന്. ആ 2 ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ഒന്ന് സിംഗിൾ എൻട്രി സിസ്റ്റം, പിന്നെ ഒന്ന് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. എൻട്രി സിസ്റ്റം പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു ഫേം ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന പ്രോസസ്സാണ്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന് പഠിക്കാം. സിംഗിൾ എൻട്രി സിസ്റ്റം വളരെ സിമ്പിളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകാർ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഇതിനകത്ത് ഒരു അക്കൗണ്ട് മാത്രമാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം പഠിക്കാം. ഡബിൾ എൻട്രി സിസ്റ്റം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വലിയ ബിസിനസ്സുകളും ഓർഗനൈസേഷനുകളാണ്. ഇതിനകത്ത് ഡെബിറ്റ് എൻട്രിയും അതുപോലെ തന്നെ ക്രെഡിറ്റ് എൻട്രിയും റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അതിൻ്റെ പെർഫോമൻസ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കാം. ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ പർപ്പസ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിങ്ങിനെ വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൻ ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജീരിയൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ടാക്സ് അക്കൗണ്ടിങ് എന്നിവയൊക്കെയാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്ന് പഠിക്കാം. എക്സ്റ്റേണൽ യൂസേഴ്സിന് വേണ്ടിയിട്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യുകയും പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ആവാം, ക്രെഡിറ്റേഴ്സ് ആവാം, റെഗുലേറ്ററി അതോറിറ്റീസ് ആവാം, അല്ലെങ്കിൽ ജനറൽ പബ്ലിക് ആവാം. അപ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ ഇവയുടെ ഇൻഫർമേഷൻ അക്യുറേറ്റ് ആയിട്ടും റെലവൻ്റ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യുകയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന മെയിനായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒന്നാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാറുണ്ട്. ഇതിനകത്ത് ഒരു സ്പെസിഫിക് പീരീഡിലുള്ള കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അതുപോലെ റവന്യൂസ് എക്സ്പെൻസ് ഒക്കെയാണ് സമ്മറൈസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിൽ ആ കമ്പനിയിലുള്ള അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റിനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ തേർഡ് വൺ വന്നിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വന്നിട്ട് ഒരു കമ്പനിയിൽ എത്ര ക്യാഷ് ഇൻഫ്ലോ ആയിട്ടുണ്ട് അതുപോലെ ഔട്ട്ഫ്ലോ ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മാനേജീരിയൽ അക്കൗണ്ടിങ്. മാനേജീരിയൽ അക്കൗണ്ടിങ്ങിനെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ്ങിനകത്ത് ഒരു കമ്പനീൻ്റെ മാനേജ്മെൻറ്റ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുകയും അതിനുവേണ്ടി പ്ലാൻ ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന ഇൻറ്റേർണൽ യൂസേഴ്സായ ആളുകൾക്ക് വേണ്ടി ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ യൂസേഴ്സിന് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യലും അതുപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനും
റെലവൻ്റ് ആയിട്ടും അതുപോലെ ടൈംലി ആയിട്ടും പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇൻറ്റേർണൽ യൂസേഴ്സ് കമ്പനിയുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഡിസിഷൻ എടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് മാനേജറിയൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര കോസ്റ്റ് വരും അതിനെക്കുറിച്ചുള്ള ഐഡൻറ്റിഫിക്കേഷനും മെഷർമെൻറ്റും അനാലിസിസും ഇൻ്റർപ്രിറ്റേഷനും ഒക്കെയാണ്. ഇതിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഇവാലുവേഷൻ, കോസ്റ്റ് കൺട്രോൾ, ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷന് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് എത്ര കോസ്റ്റ് വരും എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നതായിരിക്കും. ടാക്സ് അക്കൗണ്ടിങ് എന്താണെന്ന് പഠിക്കാം. ടാക്സ് അക്കൗണ്ടിങ്ങിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ബിസിനസ്സിന് അല്ലെങ്കിൽ അതർ എൻറ്റിറ്റീസിന് പ്രിപ്പയർ ചെയ്ത് അനലൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ടാക്സ് എഫിഷ്യൻസി ഒപ്റ്റിമൈസ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഇത് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് മൂലം റെലവൻ്റ് ആയിട്ടുള്ള ടാക്സ് ലോസ് അപ്ലൈ ചെയ്യുകയും അതുപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസും അതുപോലെ ക്രെഡിറ്റ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തൻ്റെ ക്ലയൻസിൻ്റെ ടാക്സ് ലയബിലിറ്റി മിനിമൈസ് ചെയ്യുക എന്നതാണ്. ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ സമ്മറിയാണ് ഈ കാണുന്നത്. ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. കൂടുതൽ ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.